നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ സംസ്ഥാനത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥികൾക്കും എൻ.ഡി.എ മുന്നണികൾക്കും വോട്ട് ശേഖരണത്തിലുണ്ടായ വളർച്ച മറ്റ് രണ്ട് മുന്നണികളുടെയും ഇരട്ടിയോളം. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 15 ഇടങ്ങളിൽ 3 മുതൽ 23% വരെ വോട്ട് ശതമാനം വർദ്ധിച്ചതായാണ് തെരഞ്ഞെടുപ്പ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ.ഡി.എ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ട കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സംസ്ഥാനത്ത് ബി.ജെ.പിക്കും എൻ.ഡി.എ മുന്നണിക്കും ഉണ്ടായിട്ടുള്ള വോട്ട് വർധനവ് എൽ.ഡി.എഫിനും യു.ഡി.എഫിനും ലഭിച്ചതിന്റെ ഇരട്ടിയിലധികമാണ്. തൃശൂർ, പത്തനംതിട്ട, ചാലക്കുടി, ആലപ്പുഴ, തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട്, വടകര മണ്ഡലങ്ങളിലുണ്ടായ വർധനവ് എൻ.ഡി.എ മുന്നണിക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ ലഭിച്ചതിലും വലിയ പിന്തുണ വോട്ടർമാരിൽ നിന്ന് എൻ.ഡി.എക്ക് കേരളത്തിൽ നേടാനാകുമെന്നാണ് നിഗമനം. എൻ.ഡി.എ സംസ്ഥാനത്ത് 6 സീറ്റിൽ വരെ നിസ്സാരമായി വിജയിക്കാൻ സാധ്യതയുണ്ടെന്നതാണ് നിലവിലെ വോട്ട് വർധനവിന്റെ കണക്കു നൽകുന്ന സൂചന. ആ കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. തൃശൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 17.05% വർധനവ് എൻ.ഡി.എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് നേടാനായപ്പോൾ എൽ.ഡി.എഫിന് 11.37% കുറവും യു.ഡി.എഫിന് കേവലം 1.68% വർധനവുമാണ് ലഭിച്ചത്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചരണത്തിനിറങ്ങിയ സുരേഷ് ഗോപിക്ക് അന്ന് സൃഷ്ടിക്കാനായ മുന്നേറ്റം ആവർത്തിക്കാനായാൽ തൃശൂരിൽ വിജയം ഉറപ്പിക്കാനാകും. 2014-ലും 4.25% വർധനവ് തൃശൂരിൽ എൻ.ഡി.എക്ക് വോട്ടിൽ ലഭിച്ചിരുന്നു. പാലക്കാട്ട് 2019-ൽ 21.4%വും 2014-ൽ 2.54% വർധനവാണ് വോട്ട് വിഹിതത്തിൽ നേടാനായത്. ഇത്തവണയും 2019-ലെ മുന്നേറ്റം ആവർത്തിച്ചാൽ നല്ല ഒരു സ്ഥാനാർത്ഥിയിലൂടെ ജയം ഉറപ്പിക്കാൻ പാലക്കാട്ടും എൻ.ഡി.എക്ക് സാധിക്കും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4ഇടത്തും ശക്തമായ മുന്നേറ്റമുണ്ടാക്കിയ എൻ.ഡി.എ 19% വോട്ട് വർധനവാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലായി നേടിയത്. ഈ നില തുടർന്നാൽ ഇവിടെയും എൻ.ഡി.എക്ക് വിജയം ഉറപ്പിക്കാനാവും. ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ 14.5%വും 2014-ൽ 3.96% വർധനവാണ് എൻ.ഡി.എ നേടിയത്. ഈ വർധനവ് തുടരാനുതകുന്ന പ്രവർത്തനങ്ങളുമായി എൻ.ഡി.എ മുന്നേറുമ്പോൾ ആറ്റിങ്ങലും എൻ.ഡി.എക്ക് പ്രതീക്ഷിക്കാനേറെയുണ്ട്. ഈ മണ്ഡലങ്ങളിലെല്ലാം മറ്റ് 2 മുന്നണിക്കും ഉണ്ടാകുന്ന വോട്ട് ചോർച്ചയും ശ്രദ്ധേയമാണ്. പത്തനംതിട്ട, ചാലക്കുടി, ആലപ്പുഴ, കോട്ടയം, വടകര മണ്ഡലങ്ങളിലും 15 മുതൽ 23% വരെ വോട്ട് വർധനവ് എൻ.ഡി.എക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടാനായി. മോദിയുടെ ഗ്യാരണ്ടി എന്ന എൻ.ഡി.എയുടെ പ്രചരണം ജനഹൃദയങ്ങൾ കീഴടക്കുമ്പോൾ വലിയ മുന്നേറ്റം കേരളത്തിലും എൻ.ഡി.എക്ക് കാഴ്ചവെക്കാൻ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.